കൂട്ടുകാരെ, അത് നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഭയങ്കര ഹെൽത്തി ആണ്. കൊത്തു പൊറോട്ട ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകില്ല. അത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കൊത്തു പൊറോട്ടയല്ല, കൊത്തു ചപ്പാത്തി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. 3 ചപ്പാത്തി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കത്തി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ കീറി കൊടുക്കാം. നമ്മൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിടാം. അപ്പൊ നിങ്ങൾക്ക് സിസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കൈ വെച്ച് തന്നെ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇടുകയാണ്. നല്ല സ്റ്റൈലിൽ നമുക്ക് സിസേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ നമുക്ക് നൂഡിൽസ് പോലെ നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഞാനിപ്പോ നോക്കിയപ്പോ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ വെച്ചിട്ടേക്കാണ്. ഇനി ഇത് നമുക്ക് ഇവിടെ കാസ്ട്രോളിൽ തന്നെ വെക്കാം, കാരണം ആറിപ്പോകും കേട്ടോ. അപ്പം അതവിടെ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണ ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്ത് നമുക്ക് എടുക്കാം. അതാണ് നമ്മുടെ അടുത്ത ജോലി. കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചിടുകയാണ്. നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. 4-5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മൂപ്പിക്കല്ലേ കേട്ടോ, പെട്ടെന്ന് തന്നെ എടുക്കണേ. ഒരുപാട് മൂത്ത് കഴിഞ്ഞിട്ട് കട്ടിയാവും. നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം എടുക്കാനേ. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു ഉപ്പും കൂടി ഇടണം. നമ്മള് കുരുമുളക് ഇട്ട് ഇനി കുറച്ചുകൂടി നമുക്ക് ഉപ്പിടാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് നേരം അങ്ങ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതി നമുക്ക്. അപ്പൊ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കൊത്തിയെടുക്കണേ. ഒരുപാട് അങ്ങ് ആകണ്ടേ, ചെറുതായിട്ടൊന്ന് ആയാ മതി. ഒരുപാടായി കഴിഞ്ഞാൽ കട്ടിയായിപ്പോ നമ്മുടെ മുട്ട. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിന് വേണ്ട ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കൊച്ചുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാമേ. അപ്പൊ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇട്ടത് മൊത്തം ഞാൻ ഇട്ടില്ല, മൊത്തം ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയൊരു ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ചപ്പാത്തിയാണ്. 5 ചപ്പാത്തിക്ക് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഉള്ളിയും ഒരു കൊച്ചു തക്കാളിയായിട്ട് ഒരു 3 തക്കാളി ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 1 by 1 ഇങ്ങനെ വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിന്റെ എല്ലാം ഇൻഗ്രീഡിയൻസിന്റെ എമൗണ്ട് കൂട്ടിക്കോണേ. ഇളക്കി നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പും കൂടി, സവാളയെ വഴണാൻ വേണ്ടിയുള്ള ഒരു നുള്ളി ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴണ്ടതിന് ശേഷം, ഏകദേശം ഒരു ഹാഫ് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉള്ളിലേക്ക് കുറച്ചുകൂടി വേവുണ്ടല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുത്തോളൂ. നമ്മുടെ സവാള ഏകദേശം ഹാഫ് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളി ഫുള്ളിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് മുളക് പൊടി, പാകത്തിന് വേണ്ട മുളക് പൊടി, എനിക്കനുസരിച്ചുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. കാരണം ഈ കൂട്ടൊക്കെ ഇതിന് പിടിച്ച് ഒരു പച്ചപ്പ് മണം മാറണം. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് പോരായെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ചപ്പാത്തിയൊക്കെ വരേണ്ടതല്ലേ. അപ്പൊ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം ഈ മസാലകളെല്ലാം ഈ മുട്ടയിലൊന്ന് പിടിക്കണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ വലിയ പീസ് മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതെല്ലാം അതിൽ പിടിക്കട്ടെ. അതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പണി തീർന്നു കേട്ടോ. ഇനി ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞുകൊണ്ട്, മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഉറപ്പായി കഴിഞ്ഞാൽ, എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചപ്പാത്തി നമ്മൾ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്താൽ മതി.
മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ കൂട്ടുമായിട്ടും മുട്ടയായിട്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പം ലോ ഫ്ലെയിമിൽ വേണം ഇനി ചെയ്യാൻ, കാരണം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ ചപ്പാത്തി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. നന്നായിട്ട് ഇത് കണ്ടോ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിട്ടുകൊണ്ടാണ് നമ്മുടെ ചപ്പാത്തിക്ക് ഇത്തിരി സൈസ് കൂടി പോയത് കേട്ടോ. അപ്പം കഴിവതും സിസേഴ്സ് യൂസ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മുടെ എല്ലാം കൂട്ടുകളെല്ലാം അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി ആകാൻ വേണ്ടി കുറച്ച് കുരുമുളക്, എരിക്കനുസരിച്ചുള്ള കുരുമുളക് ഇങ്ങനെ കൂടെ വിതറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയാണ് ബെറ്റർ. ഞാൻ കൂടെ മല്ലിയില ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടോളൂ കേട്ടോ. ഇളക്കി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് ഈ കരിവേപ്പിലയും അതേപോലെ തന്നെ നമ്മുടെ കുരുമുളകും എല്ലായിടത്തും ആകുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ വായിൽ വെള്ളം ഊറും. അത് മാത്രമല്ല ഈ ഭയങ്കര ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. നമ്മുടെ കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ലതാണ്, അടിപൊളിയാണ്. നേരത്തെ ഇത് ആരും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ഇട്ടോളൂ. ഇത് ട്രൈ ചെയ്യാതിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ കൂടി നമ്മളോട് ഷെയർ ചെയ്യേണ്ടതാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോട്ടെ. സൂപ്പറാണ് കേട്ടോ. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. നാളെ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം.